എവിടെയും പോലീസ് ഇറങ്ങുന്നോ നോക്കിയിരിക്കുക, ക്യാമറയും നോക്കി ഇറങ്ങാൻ. എന്റെ കൈ മെനക്കെടുത്താതെ ഇതെല്ലാം വാരിക്കെട്ടി സ്ഥലം വിടാൻ നോക്ക്. കൈ മെനക്കെടുത്തുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. ഞാൻ എന്റെ ജോലി ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ. നിങ്ങൾ ചെയ്യുന്ന ജോലി നാട്ടുകാർ കാണുന്നതിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ? തന്റെ ഈ ലൊടുക്ക് ക്യാമറ കണ്ടാൽ ഉടനെ കവാത്ത മറക്കണ ഉണക്ക പോലീസുകാരനല്ല ഞാൻ. SI ജോൺ വർഗീസിനെ അതിന് കിട്ടില്ല. കോർപ്പറേഷൻ സെക്രട്ടറിയുടെ കയ്യൊപ്പോട് കൂടിയ ഒരു തുണ്ട് കടലാസിന്റെ ബലത്തിൽ ഒരു നേരത്തെ അഷ്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഈ പാവങ്ങളുടെ ജീവിതം താൻ തല്ലി തകർക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം. അത് ഈ നാട്ടിലെ ജനങ്ങളും കൂടി അറിയണം. ഫ്രെഡി, come on. വെൽക്കം ബാക്ക് ടു ട്രൂ വിഷൻ. മെറൈൻ ഡ്രൈവിലെ ഈ 1 ഏക്കർ 30 സെന്റ് സ്ഥലം XMP ഐസക് തോമസ് റവന്യൂ വകുപ്പിന്റെ സ്പെഷ്യൽ ഓർഡറിലൂടെ 90 വർഷത്തെ പാട്ടത്തിന് സംഘടിപ്പിച്ചെടുത്തു. പതിവ് പോലെ തന്റെ സുഹൃത്തായ അബ്കാരി സച്ചിദാനന്ദനുമായുള്ള ഒരു കൂട്ടു ബിസിനസ്. ഇനി എല്ലാ കോർപ്പറേഷൻ ചട്ടങ്ങളെയും ലംഘിച്ചുകൊണ്ട് കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിടെ ഒരു ഹൈഫൈ മൾട്ടിപ്ലക്സ് വരും. അത് പണിയാനുള്ള മെറ്റീരിയൽസ് നിറച്ച ലോറികൾ ഇവിടെ കയറി ഇറങ്ങുന്നത് ഈ പാവങ്ങളുടെ നെഞ്ചത്തു കൂടിയാവണം. പോലീസിന്റെ കയ്യേറ്റ ശ്രമങ്ങളെ ചെറുത്തുകൊണ്ടാണ് ഈ സ്റ്റോറി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. ബൈ. തീർന്നിട്ടില്ല. കഥയുടെ ശേഷം ഭാഗം സ്ക്രീനിൽ ഇന്ന് വൈകിട്ട് 9 മണിക്ക് ട്രൂ വിഷൻ ചാനൽ. വിഷ് യു എ ഹാപ്പി വ്യൂ. എങ്ങനെ രാത്രി 9 മണിക്ക് അല്ലേ എടുക്കണ കാസറ്റ്? അയാൾ പറഞ്ഞ ന്യായമല്ലേ? അയാളുടെ പത്രക്കാരനല്ലേ? മിസ്റ്റർ വിജയ്, താങ്ക് യു. TV കാണുന്നതിനേക്കാൾ ഫയർ ബ്രാൻഡാണ് മിസ്റ്റർ വിജയ്. ഞാൻ മേനോൻ, എ ഗ്രേറ്റ് ഫാൻ ഓഫ് യുവേഴ്സ്, റിട്ടയർഡ് ജഡ്ജ്. അയ്യോ, ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട സർ. ഞാൻ സാറിന്റെയും ഫാനാണ്. എന്റെയോ? ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് സാർ എഴുതിയിട്ടുള്ള ആർട്ടിക്കിൾസ് മുഴുവൻ ഞാൻ വായിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു ഫയലായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ട്രൂ വിഷൻ ചാനൽ അടുത്ത മാസം നടത്തുന്ന നീതിമേളയിലേക്ക് സാറിനെ ഒന്ന് വന്ന് ക്ഷണിക്കാൻ ഞാൻ നേരിട്ട് വന്ന് കാണാനിരിക്കുകയായിരുന്നു. ഓ, മൈ പ്ലഷർ. ഇവിടെ വിജയ് പറഞ്ഞതൊക്കെ വളരെ ശരിയാണ്. ഈ ഭാഗത്ത് കോർപ്പറേഷൻ ചട്ടങ്ങൾ അനുസരിച്ച് കെട്ടിയിരിക്കുന്ന ഒറ്റ കെട്ടിടം പോലും ഇല്ല. എന്നിട്ടും തെരുവ് കച്ചവടക്കാരെ ഒഴിപ്പിക്കാനാണ് എല്ലാവർക്കും ധൃതി. സർ, ജസ്റ്റ് എ മിനിറ്റ്. ഫ്രെഡി, ഗെറ്റ് റെഡി. സർ, ഈ പറഞ്ഞത് ഞങ്ങളുടെ ചാനലിന് വേണ്ടി ഒരിക്കൽ കൂടി പറയണം. ഇപ്പോഴോ? സർ, പ്ലീസ്. ഒരു എക്സ്പേർട്ട് കമന്റ് കൂടി ഉണ്ടെങ്കിൽ ഇന്നത്തെ എന്റെ സ്റ്റോറി സ്ട്രോങ്. താങ്ക് യു സർ. ഫ്രെഡി, റോളിംഗ്. യെസ് സർ. പറഞ്ഞോളൂ സർ. ഫുട്പാത്തിൽ സർ, ഇവിടെ നോക്കി. ഫുട്പാത്തിൽ നിന്ന് കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നത് നിയമപരമായി ശരിയാണെന്നുള്ള വസ്തുത അംഗീകരിക്കുമ്പോൾ തന്നെ നിലവിലുള്ള നിയമങ്ങൾ പാലിക്കാതെ ബഹളം ഉണ്ടാക്കരുത്. എല്ലാവർക്കും കൊടുക്കണം. കിട്ടാത്തവരുണ്ടെങ്കിൽ എന്നോട് പറയാം. ഓക്കെ. Hello. Which floor?
ഫിഫ്ത്ത്. അവിടെ ആരെ കാണാൻ? ഞാൻ ഇന്ന് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു 5Bയിൽ. 5B? What a surprise. I am in 5A. So, we are neighbors. ഞാൻ ശേഖര മേനോൻ. I am a judge. Retired judge. ഹലോ സർ. Hello. ഐ എം ജാസ്മിൻ. ഐ എം എ കമ്പ്യൂട്ടർ എഞ്ചിനീയർ. Oh. ഇവിടെ ഇൻസോഫ്റ്റ് മൾട്ടിമീഡിയയിൽ ഞാൻ നാളെ ജോയിൻ ചെയ്യണം. Oh, fine. ഹലോ സർ. ഹലോ. എങ്ങോട്ടാ ഭാര്യ ഭർത്താവ്? ഇവളുടെ കസിന്റെ മകളുടെ മാരേജ് ആയിരുന്നു. ആ. അങ്ങ് ബോംബെയിലാ. ഓഹോ. ഇന്ന് അതിന്റെ പാർട്ടിയാ. സാജിദ്. സാർ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ? ഫുഡ് വല്ലതും പാക്ക് ചെയ്തിട്ട് വരണം. ഏയ്, I am fully equipped. ഒറ്റയ്ക്ക് കുറച്ച് ദിവസം തിന്നും കുടിച്ചും കഴിയുന്നതിന് സുഖം നമുക്കല്ലേ അറിയുള്ളൂ, അല്ലേ കൈമളെ? അതിപ്പോ ഇവളെ നിർത്തിയിട്ട് ഞാൻ എങ്ങനെയാ പറയാ? ഓക്കെ ബൈ. ശരി ബൈ. ഓ സോറി. ഇറ്റ്സ് ഓക്കേ. ഇന്നിങ്ങോട്ട് മൂവ് ചെയ്ത സ്ഥിതിക്ക് എല്ലാം ഒന്ന് സെറ്റിൽഡ് ആയി വരുന്നേ ഉള്ളൂ അല്ലേ? അതെ, ഞാനെല്ലാം ഒന്ന് അൺപാക്ക് ചെയ്തിട്ടുകൂടിയില്ല. അല്ല, അപ്പോ ഫാമിലി ഒക്കെ? ഫാമിലി എന്ന് പറയാൻ പാരന്റ്സേ ഉള്ളൂ. ദേ ലിവ് ഇൻ ബോംബെ. എന്റെ മോളും മരുമോനും ഡോക്ടേഴ്സാ. അവർ ഡൽഹി പോയിരിക്കുക ഒരു കോൺഫറൻസിന്. ക്രിസ്മസിന്റെ അന്നേ വരൂ. കൊച്ചുമക്കൾ രണ്ടുപേരും കൂടെ സ്കൂളിൽ നിന്ന് എക്സ്കർഷൻ പോയിരിക്കുക. അവരും ഇനി 5 ദിവസം കഴിഞ്ഞേ വരും. ഇതാ കണ്ടില്ലേ, കുക്ക് ചെയ്യാനുള്ള വകുപ്പൊക്കെ സംഘടിപ്പിച്ച് വരിക. അല്ല, വാട്ട് അബൌട്ട് യു? പാചകത്തിന്റെ ഏർപ്പാടൊക്കെ? ഞാൻ ഇതേവരെ അതേപ്പറ്റി ആലോചിച്ചിട്ടില്ല. ആലോചിക്കാനൊന്നുമില്ല. ജാസ്മിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്നത്തെ അത്താഴം എൻ്റെ ഒപ്പം. അയ്യോ വേണ്ട. ഏയ്, മറ്റൊന്നും പറയണ്ട. എൻ്റെ ഈ ഏകാന്തവാസത്തിനിടയ്ക്ക് ഓർക്കാതെ കിട്ടിയ അയൽക്കാരിയാണ് കുട്ടി. സ്ട്രൈറ്റ് ഔട്ട് ഓഫ് ദ ബ്ലൂസ്. അപ്പോൾ 8:30 മണിക്ക് ഇങ്ങോട്ടെത്തുക. എൻ്റെ കൈപുണ്യം നേരിട്ടറിയുക. ഓക്കെ ഓക്കെ ഓക്കെ. അതെ, കുട്ടി ഒട്ടും പേടിക്കണ്ട. ഞാൻ ഒരു അപകടകാരിയല്ല. ഐ ആം എ ഹാംലെസ് ഓൾഡ് മാൻ. ഓക്കെ. അല്ല, നിങ്ങൾ വന്ന കാര്യം പറഞ്ഞില്ലെന്ന്. 2 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ഫോറിൻ ടൂർ പോവുകയാണ് നമ്മുടെ വ്യവസായ മന്ത്രിയോടൊപ്പം. ഞാനിപ്പോ XMP ആണ്, പ്രതിപക്ഷത്താണ്. എന്റെയും മന്ത്രിയുടെയും രാഷ്ട്രീയവും 2ആണ്. എന്നാലും ഞങ്ങളുടെയൊക്കെ ലക്ഷ്യം ഒന്നായതുകൊണ്ട് ഞാനൊന്ന് സമ്മതിച്ചു. മിസ്റ്റർ ഐസക്, ഇപ്പോഴും നിങ്ങൾ വന്ന കാര്യം പറഞ്ഞില്ല. ശരിയാ, മേനോൻ സാറിനോട് ഒരു മുഖവുരയുടെ ആവശ്യമുണ്ടോ? പ്രശ്നം നമ്മുടെ സച്ചിദാനന്ദന്റെ കള്ളുകച്ചവടം തന്നെ. ഇയാൾക്ക് മാത്രമല്ല, എനിക്കും അതിൽ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. ഇയാളുടെ ഡിസ്റ്റിലറിയിൽ നിന്ന് വൻതോതിൽ വ്യാജച്ചാരായവും സ്പിരിറ്റും വെളിയിലെത്തുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരു ആക്ഷൻ കൗൺസിൽ സമരം തുടങ്ങിയിട്ട് നാള് കുറേയായി. പോലീസ് കേസും അന്വേഷണമൊക്കെ നടന്നു. ഒന്നും നാളിതുവരെ തെളിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മുടെ കഷ്ടകാലത്തിന് ആ ആക്ഷൻ കൗൺസിൽ നേതാവ് കയറി അങ്ങ് തൂങ്ങിച്ചത്തു. അതെന്തോ കുടുംബ പ്രശ്നം എന്നാ കേട്ടത്. അത് കുടുംബ പ്രശ്നം തന്നെ. പോലീസിന്റെ കൺക്ലൂഷനും ആത്മഹത്യയാണെന്നാ. അതെ, പക്ഷേ സമരക്കാരെ പ്രീതിപ്പെടുത്താൻ സർക്കാർ ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കാൻ തീരുമാനിച്ചു എന്നാ ഞാൻ അറിഞ്ഞത്. ഐസക് സാറിന്റെ സോഴ്സിലൂടെ ഞങ്ങൾ അറിഞ്ഞത് ആ കമ്മീഷൻ സാറാണെന്നാണ്. ഞങ്ങള് യൂറോപ്യൻ ട്രിപ്പ് കഴിഞ്ഞു വരുമ്പോഴേക്കും കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കും. സാർ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഐ എം ഷുവർ യു വിൽ ഹെൽപ്പ് us out. നോ, ഇക്കാര്യത്തിൽ ഒരു സഹകരണവും നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. നമുക്ക് തമ്മിൽ വീണ്ടും അടുക്കാൻ ദൈവം തന്ന അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. സ്റ്റോപ്പ് ഇറ്റ് ഐസാക്. മനസാക്ഷിയെ വഞ്ചിച്ച് പ്രവർത്തിക്കാൻ ഇനി എന്നെ കിട്ടില്ല. സാറേ വേണ്ട വേണ്ട,
സാറിന്റെ മനസമാധാനം കളഞ്ഞിട്ട് നമുക്കൊന്നും വേണ്ട. സാർ ഇന്ന് സർവ്വസമ്മതനാണ്. അനേകം ചാരിറ്റി ട്രസ്റ്റുകളുടെ ചെയർമാൻ, നീതിമേളകളിലൂടെ പാവപ്പെട്ടവർക്ക് നീതി നടപ്പാക്കുന്ന ജസ്റ്റിസ് മേനോൻ. പക്ഷെ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ സൽപ്പേരൊക്കെ പോകാൻ എത്ര നേരം വേണം? ഇൻ ദ വിങ്ക് ഓഫ് എൻ ഐ യു ഫോൾ ഫ്രം ഗ്രേസ് ടു ഡിസ്ഗ്രേസ്. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അപകീർത്തി. ഭീഷണി കൊണ്ട് തന്നെ അനുസരിപ്പിക്കാൻ നോക്കണ്ട. ജീവിതത്തോട് ആർത്തിയുള്ളവർക്കേ ഭയമുള്ളൂ. ഓക്കെ ഓക്കെ, ഞങ്ങൾ ഇനി സാറിനെ മെനക്കെടുത്തുന്നില്ല. പാടോ. വരട്ടെ മേനോൻ സാറേ, നമ്മൾ തമ്മിൽ ഇനിയും കാണേണ്ടി വരും. അല്ല, ഞാൻ വിളിച്ചില്ലല്ലോ. അതിനു മുമ്പ് ഷാർപ്പ് 8:30 സാറല്ലേ പറഞ്ഞത്? ലുക്ക്, ഇറ്റ്സ് 8:29. വേണമെങ്കിൽ 1 മിനിറ്റ് ഞാൻ പുറത്ത് നിൽക്കാം. ഏയ്, അതല്ല, ഈ കുക്കിങ് പല സ്റ്റേജസിലായിട്ട് ഇങ്ങനെ സ്മെല്ല് കിട്ടുന്നില്ലല്ലോ. സ്മെൽ. എന്താ ഡിഷസ്? അത് നല്ലൊരു കേരള ചാപ്പാട് കഴിച്ചിട്ട് എത്ര കാലായെന്നറിയോ? സാറിന്റെ മൂഡ് ശരിയല്ലെന്ന് ആദ്യമേ തോന്നി. മൂഡ് ഔട്ടിന്റെ കാര്യം ഇപ്പൊ മനസ്സിലായി. എന്ത്? ഒന്നും കുക്ക് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ പൊക്കോട്ടെ? ഇരിക്കൂ ഇരിക്കൂ. ഈ കുക്കിംഗ് തുടങ്ങാൻ നേരത്താണ് അവര് വന്നത്. ആര്? എൻ്റെ പഴയ 2 ഫ്രണ്ട്സ്. അവരുമായിട്ട് സംസാരിച്ചിരുന്ന സമയവും പോയി, മൂടും പോയി. അല്ലെങ്കിലും ഈ പാസ്റ്റ് പലപ്പോഴും ഓർക്കാതിരിക്കുന്നതാണ് നല്ലത്. ശരിയാ സർ, ഞാനും ഒരിക്കലും ഓർക്കാറില്ല. പക്ഷെ ഡിന്നറിന്റെ കാര്യം ഓർക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഇരിക്കണോ പോണോ? അങ്ങനെ പോയാൽ എങ്ങനെയാ? അതായത് നമ്മൾ ഒന്നിച്ച് കുക്ക് ചെയ്യുന്നു, ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു. അങ്ങനെയല്ലേ വേണ്ടത്. അല്ലാതെ ഈ ഗസ്റ്റ് ഹോസ്റ്റ് എന്നൊക്കെ ഉള്ള ഫോർമാലിറ്റീസ് വേണോ? വേണം. ഞാൻ ഹോസ്റ്റസ്, സർ ഗസ്റ്റ്. Just 40 minutes. My time starts now. അച്ഛനും അമ്മയൊക്കെ എന്നാ ഇങ്ങോട്ട് വരിക? അവര് ബോംബെയിൽ എവിടെയാന്നാ പറഞ്ഞേ? സാറല്ലേ പറഞ്ഞത് പാസ്റ്റ് ഓർക്കാതിരിക്കാൻ നല്ലതെന്ന്. ആ, വരുന്നു വരുന്നു. നമ്മുടെ ഫ്രണ്ട്സാ വാനരന്മാര്. എന്താ എന്താ? അങ്കിൾ, ഞങ്ങളുടെ കമ്മിറ്റിയുടെ തീരുമാനം ഇപ്രാവശ്യം സാന്റാക്ലോസ് ആയിട്ട് അങ്കിള് മതിയെന്നാ. ഞാനോ? ഞാനില്ല. അങ്കിൾ, മാസ്കും ഗൗണും റെഡി. എടാ, മാസ്ക് ഉണ്ടെങ്കിൽ ആരെങ്കിലും വേഷം കിട്ടിയാ പോരെ? ഹലോ. യാ, 1 minute. ആ, ശരി ശരി, സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, സാന്താക്ലോസ് ഞാനാണെന്നുള്ളത് ആരോടും പറയാൻ പാടില്ല. അത് ഏറ്റവും അവസാനം അറിയാൻ പാടുള്ളൂ. പക്ഷെ ഞാൻ അറിഞ്ഞു. എന്ത്? സാന്റാക്ലോസ്. ഫോൺ ഫോൺ. ആ, ഹലോ. ആ, ഹലോ. ഫോൺ എടുത്തത് മോളാണോന്ന് ചോദിച്ചാൽ മോളെ പോലെ തന്നെയാ. ആ TV ഒന്ന് ഓൺ ചെയ്തോളൂ. മെറൈൻ ഡ്രൈവിലെ ഇന്നത്തെ ഇൻസിഡൻസ് കാണാം, സാറിന്റെ പ്രതികരണം ഉൾപ്പെടെ. ഇപ്പോഴാ? ഓ, ഞാൻ വെച്ചോളാം. വിളിച്ചു പറഞ്ഞു, വളരെ നന്നായി. ഓക്കെ, താങ്ക് യു താങ്ക് യു. വെൽക്കം ബാക്ക് ടു ട്രൂ വിഷൻ. മെറൈൻ ഡ്രൈവിലെ ഈ 1 ഏക്കർ 30 സെന്റ് സ്ഥലം XMP ഐസക് തോമസ് റവന്യൂ വകുപ്പിന്റെ സ്പെഷ്യൽ ഓർഡറിലൂടെ 90 വർഷത്തെ പാട്ടത്തിന് സംഘടിപ്പിച്ചത്. ഇവിടെ നിരവധി കെട്ടിടങ്ങൾ ഉയരുന്നുണ്ട്. ഇത് തടയാൻ അധികാരികൾ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത സ്ഥിതിക്ക് ഇപ്പോഴത്തെ ഈ പോലീസ് അക്രമത്തിന് പിന്നിൽ ചില സ്ഥാപിത താല്പര്യക്കാരുണ്ട് എന്ന് സംശയിക്കുന്നു. മെറൈൻ ഡ്രൈവിലെ ഈ 1 ഏക്കർ 30 സെന്റ് സ്ഥലം കറണ്ട് പോയി.
യെസ്. സാർ ഡിന്നറിന് വിളിച്ചപ്പോ ആദ്യം എനിക്ക് മടിയായിരുന്നു. ഇപ്പൊ ശരിക്കും ഇതൊരു നല്ല ചേഞ്ചായി. അതെ, ജാസ്മിൻ ഒരു കാര്യം അറിയോ, രണ്ടുപേര് തമ്മിൽ ഫ്രണ്ട്സ് ആവാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. അതാ എൻ്റെ തിയറി. സ്ട്രേഞ്ച് തിയറി. ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ജാടകളൊക്കെ അറിയാതെ നമ്മൾ മറന്നു പോകും. ഇതാ ഇങ്ങനെ കൈ നക്കും, എരിയുമ്പോൾ എന്ന് ശബ്ദം ഉണ്ടാക്കും, പിന്നെ എന്ന് എമ്പൊക്കെ വിടും. ഈ അരുചി വന്നാൽ ഛേ, ഫു എന്നൊക്കെ പറയും. പിന്നെ കഴിക്കുമ്പോൾ വല്ലതും തൊട്ടേ കുടുങ്ങിയാലോ കളികാരിയായി. എൻ്റെ മോള് കളിച്ചു കിടക്കുന്ന പ്രായത്തിൽ എനിക്ക് ജോലി തിരക്ക്. ഞാൻ റിട്ടയർ ആയപ്പോൾ അവൾ ഡോക്ടറായി, തിരക്കായി, കല്യാണമായി, കുഞ്ഞുങ്ങളായി. സത്യം പറഞ്ഞാൽ ജാസ്മിൻ വിശ്വസിക്കില്ല, ഞാനും എൻ്റെ മോളും ദാ ഇതുപോലെ ഒന്നിച്ചിരുന്ന് ഇതുവരെ ആഹാരം കഴിച്ചിട്ടില്ല. ഇപ്പൊ സാറ് നല്ല മൂഡിലായി. കറക്റ്റ്, താൻ പറഞ്ഞ ശരിയാ. കണ്ടോ, സത്യം. ഗുഡ് നൈറ്റ്. ഈ കഴിഞ്ഞതൊക്കെ ഒരു സ്വപ്നം പോലെ തോന്നുന്നു. അച്ഛനും അമ്മയൊക്കെ ഇവിടെ ഉള്ളതുപോലെ. ആരാ? അച്ഛനും അമ്മയും കൂടെ ഉള്ളതായിട്ട് തോന്നുന്നു എന്ന് കുട്ടി പറഞ്ഞില്ലേ? തോന്നണ്ട, കൂടെയുണ്ട് എന്ന് തന്നെ വിചാരിച്ചോളൂ.